കോഴിക്കോട് മാളിക്കടവിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. പ്രതി വൈശാഖൻ ഭാര്യയുമായി ചേർന്ന് മൃതദേഹം കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിലുണ്ട്. കൊലപാതകം നടത്തിയ സ്ഥാപനത്തിലെത്തി പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊലപാതകത്തിന് ശേഷം ഭാര്യയെ വിളിച്ച് യുവതി തന്റെ ഐഡിയൽ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തുവെന്ന് വൈശാഖൻ അറിയിച്ചു. പിന്നീട് സ്ഥലത്തെത്തിയ ഭാര്യയുമായി ചേർന്ന് മൃതദേഹം കാറിൽ കയറ്റുന്നതാണ് സിസിടിവി ദൃശ്യങ്ങളിലുള്ളത്. കൊലപാതകം നടന്ന ഐഡിയൽ ഇൻഡസ്ട്രീസ് എന്ന വൈശാഖിന്റെ സ്ഥാപനത്തിലെത്തിച്ച് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊലപ്പെടുത്തുന്നതിന് മുമ്പ് യുവതിക്ക് പ്രതി ജ്യൂസിൽ ഉറക്കഗുളിക ചേർത്ത് നൽകിയിരുന്നു. ജ്യൂസ് വാങ്ങിയ ബേക്കറിയിലെത്തിച്ചും പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊലപാതകത്തിൽ കുറ്റബോധമുണ്ടെന്നും ഭാര്യയ്ക്ക് എല്ലാ വിവരങ്ങളും അറിയാമെന്നുമായിരുന്നു തെളിവെടുപ്പിനിടെ വൈശാഖൻ പറഞ്ഞത്. ആത്മഹത്യ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. കുറ്റബോധമുണ്ട്, എനിക്ക് മരിക്കാൻ സാധിച്ചില്ല, അതിലും കുറ്റബോധമുണ്ട്. കൊലപാതകമല്ലായിരുന്നു, ഞങ്ങൾ രണ്ടാളും സൂയിസൈഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചായിരുന്നു. ഞാൻ മരിച്ചില്ല, അവള് മരിച്ചു. വൈശാഖിന്റെ ഭാര്യയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവുണ്ടോ? അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ. എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കഴിഞ്ഞ ശനിയാഴ്ചയാണ് യുവതിയുമായുള്ള അടുപ്പം ഭാര്യ അറിയുമോ എന്ന് ഭയന്ന് വൈശാഖൻ യുവതിയെ കൊലപ്പെടുത്തിയത്. മീഡിയ 1 കോഴിക്കോട്.